കാരശ്ശേരി താഴെ തിരുവമ്പാടി കുമാരനല്ലൂർ മണ്ടാങ്കടവ് റോഡിലെ കുമാരനല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ജംഗ്ഷനിൽ അപകടം തുടർക്കഥയാവുന്നു. ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള പഞ്ചായത്ത് റോഡ് പ്രധാന റോഡിലേക്ക് വന്നു ചേരുന്ന ജംഗ്ഷനിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. കാരശ്ശേരി താഴെ തിരുവമ്പാടി കുമാരനല്ലൂർ മണ്ടാങ്കടവ് റോഡിലെ കുമാരനല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ജംഗ്ഷനിലാണ് അപകടം പതിവാകുന്നത്. ഇതിനോടകം ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ഒട്ടേറെ വാഹനങ്ങൾ തകരുകയും ചെയ്യുന്നത് ഇവിടെ പതിവാണ്. താഴെ തിരുവമ്പാടി കുമാരനല്ലൂർ മണ്ടാങ്കടവ് PWD റോഡിന് ഈ ഭാഗങ്ങളിലെല്ലാം ടാറിങ്ങിന് പുറത്ത് വീതി കുറവാണ്. ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള പഞ്ചായത്ത് റോഡ് ഈ റോഡിലേക്ക് വന്നു ചേരുന്ന ജംഗ്ഷനിലാണ് അപകട ഭീഷണിയുള്ളത്. ജംഗ്ഷനിൽ പ്രധാന റോഡിൻ്റെ രണ്ടറ്റത്തും വളവുകളാണ്. പഞ്ചായത്ത് റോഡ് ഇവിടെ ഉണ്ടെന്നും ജംഗ്ഷനാണെന്നും പ്രധാന റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല. ഇതിനുള്ള അടയാളങ്ങളൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല. പ്രധാന റോഡിലേക്ക് വാഹനത്തിൻ്റെ മുൻഭാഗം പ്രവേശിച്ചാൽ മാത്രമേ ഈ റോഡിൽ കൂടി വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പഞ്ചായത്ത് റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ പ്രധാന റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ വന്നിടിച്ചാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. പഞ്ചായത്ത് റോഡിലേക്ക് കയറുവാൻ തിരിക്കുമ്പോൾ പ്രധാന റോഡിലൂടെ വളവുകൾ തിരിഞ്ഞ് അതിവേഗം വരുന്ന വാഹനങ്ങൾ വന്നിടിച്ചും അപകടമുണ്ടാകാറുണ്ട്. ഇരുചക്ര വാഹനങ്ങളും കാറുകളുമാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. ഒരു അപകടമെങ്കിലും ഉണ്ടാകാത്ത ദിവസങ്ങളും ഇവിടെ അപൂർവമാണ്. താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡ് നവീകരിച്ച ശേഷം ഇവിടെ നിത്യേന എന്നോണം തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന്, റോഡിന് വീതിയില്ലാത്ത സ്ഥലത്ത് റോഡ് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ വശങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ പൂർണ്ണമായിട്ടും ടാറിട്ടതാണ്. അത് തന്നെ ആ റോഡിന് തന്നെ രണ്ട് വലിയ വാഹനങ്ങളാണ് പരസ്പരം കടന്നു പോകാൻ തന്നെ പ്രയാസമുള്ള അത്രയും വീതി കുറഞ്ഞ റോഡാണ്. ഈ റോഡിൽ കൂടി അതിവേഗം കുതിച്ചു പാഞ്ഞു വരുന്ന വാഹനങ്ങളാണ് ഇവിടെ ഇടിച്ചു മറിയുന്നത്. അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം ഈ ക്ഷേത്ര ജംഗ്ഷനിൽ അങ്ങനെ പഞ്ചായത്ത് റോഡ് വന്ന് കയറുന്ന ഈ റോഡിൻ്റെ മെയിൻ റോഡായിട്ടുള്ള PWD റോഡിൻ്റെ രണ്ട് ഭാഗത്തും വളവാണ്. ഈ വളവ് തിരിഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലുള്ള എന്തെങ്കിലും സിഗ്നലോ ബോർഡോ ഒന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലപ്പോഴും കാണുന്നത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഭാഗത്തും വളവായതുകൊണ്ട് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിന് സാധാരണ ഇപ്പോൾ റോഡിൽ പരിഹാരമാർഗ്ഗം ഉണ്ടാകുന്നത് റംബിൾ സ്ട്രിപ്പ് എന്നറിയപ്പെടുന്ന മിനി ഹമ്പുകൾ രണ്ട് ഭാഗത്ത് സ്ഥാപിച്ചാൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്നും ഇങ്ങനെ ഒരു റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള സിഗ്നൽ സ്ഥാപിക്കുക, അപകട മേഖലയിൽ നിന്ന് എഴുതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് PWD നടപടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ പ്രദേശത്ത് കുറയ്ക്കാൻ പറ്റും. ഈ ജംഗ്ഷനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനൊരു പഞ്ചായത്ത് റോഡ് മമ്പലം ജംഗ്ഷനിൽ ഉണ്ട് എന്ന് സാധാരണ ഈ വഴിക്ക് പോകാത്ത ആളുകൾക്ക് അറിയില്ല. പരിക്കേറ്റ് വീഴുന്നവരെ ശുശ്രൂഷിക്കലും വെള്ളം കൊടുക്കലും വണ്ടി വിളിച്ച് ആശുപത്രിയിലെത്തിക്കലും പരിസരവാസികളുടെ പ്രധാന ജോലിയായി മാറിയിട്ടുണ്ട്. ഇവിടെ നവീകരിച്ച റോഡായതിനാൽ അതിവേഗതയിലാണ് അധിക വാഹനങ്ങളും പാഞ്ഞു പോകുന്നത്. ജംഗ്ഷനാണെന്നും അപകട മേഖലയാണെന്നും സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കൽ, ജംഗ്ഷൻ്റെ രണ്ട് ഭാഗത്തും PWD റോഡിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സഹായിക്കുന്ന ബിറ്റുമിനസ് റംബിൾ സ്ട്രിപ്പുകൾ തുടങ്ങിയവ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.